ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമുക്ക് ചൈതന്യം തരുന്നത് ആരാണ്? ലളിതാ സഹസ്രനാമത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വരിയുണ്ട്. ഭാനുമണ്ഡല മധ്യസ്ഥ ഭൈരവി ഭഗമാലിനി. കേട്ടിട്ടുണ്ടോ ഇത്? ഭാനുമണ്ഡല മധ്യസ്ഥ ഭൈരവി ഭഗമാലിനി. സൂര്യനിൽ നിന്നാണ് നമുക്ക് ചൈതന്യം ലഭിക്കുന്നത്. സൂര്യനില്ലെങ്കിൽ നാം ഇല്ല. സൂര്യൻ ഉള്ളത് കൊണ്ടാണ് നമ്മളൊക്കെ ഈ സമയത്ത് ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇരിക്കുന്നത്. ഒരു ദിവസം സൂര്യൻ ഉദിച്ചിട്ടില്ലെങ്കിൽ എന്താവും അവസ്ഥ? അപ്പം നമ്മളോട് പറയാണ്, സൂര്യനിൽ നിന്ന് ഓജസ്സായും തേജസ്സായും പുറത്തു വരുന്ന ചൈതന്യത്തെയാണ് സാവിത്രി എന്ന് വിളിച്ചിരിക്കുന്നത്, ഗായത്രി എന്ന് വിളിച്ചിരിക്കുന്നത്. അപ്പൊ സൂര്യനിൽ നിന്നാണ് ഈ ചൈതന്യം പുറത്തു വരുന്നത്. അപ്പൊ സൂര്യൻ ആര് എന്ന് ചോദിച്ചാൽ എന്താ ഉത്തരം? സൂര്യൻ ആര് എന്ന് ചോദിച്ചാൽ എന്താ ഉത്തരം? സൂര്യൻ ഈ പ്രപഞ്ചത്തിലെ സകല ചരാചരങ്ങളുടെയും എന്ന് പറഞ്ഞാൽ ഇളകുന്നവയുടെയും ഇളകാത്തവയുടെയും ഉള്ളിൽ ഇരിക്കുന്ന പ്രാണനെയാണ് സൂര്യൻ എന്ന് വിളിച്ചിരിക്കുന്നത്. ഇളകുന്നവയുടെയും ഇളകാത്തവയുടെയും ഉള്ളിലിരിക്കുന്ന പ്രാണനെയാണ് സൂര്യൻ എന്ന് വിളിച്ചിരിക്കുന്നത്. അപ്പൊ സൂര്യൻ ആരാന്ന് നമുക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ദേവന്മാർക്കും സമസ്ത ജനങ്ങൾക്കും പ്രകാശം പരത്തുന്ന മഹാജ്യോതിസാണ് സൂര്യൻ. സൂര്യനാണ് എല്ലാവർക്കും അറിവ് കൊടുക്കേണ്ടത്. എല്ലാവർക്കും അറിവ് കൊടുത്തിരിക്കുന്നതും സൂര്യനാണ്. നമസ്സവിത്രേ ജഗതേക ചക്ഷുഷേ ജഗത് പ്രസൂതി സ്ഥിതിനാശഹേതവേ. സൂര്യൻ എന്ന് പറയുന്നത് ബ്രഹ്മാവ്, വിഷ്ണു, ശിവൻ, ഇവരെ നമ്മൾ ത്രിമൂർത്തികൾ എന്നാണ് വിളിക്കുക. സൂര്യൻ തന്നെ ഈ മൂന്ന് മൂർത്തി രൂപങ്ങൾ എടുത്തിരിക്കുകയാണ് എന്നാണ് എല്ലാ പുരാണങ്ങളും നമ്മളോട് സൂചിപ്പിച്ചിരിക്കുന്നത്. ഇപ്പൊ സൂര്യൻ ആരാണെന്ന് ഇപ്പൊ ഏകദേശം ഒരു രൂപരേഖ കിട്ടിയിട്ടുണ്ടാവുമല്ലോ. നമ്മൾ സാധാരണഗതിയിൽ പ്രാർത്ഥിക്കാറുണ്ട്. രാവിലെ വിളക്ക് കത്തിച്ചു വെക്കും, വൈകുന്നേരം വിളക്ക് കത്തിച്ചു വെക്കും. അങ്ങനെ ആ സ്ഥിതി. സാധാരണഗതിയിൽ വിളക്ക് കത്തിച്ചു വെക്കുന്ന സമയത്ത് ഒരു പ്രാർത്ഥനയുണ്ട്. എന്താ പ്രാർത്ഥന? ഇവിടെ വിളക്ക് കത്തിക്കുന്ന സമയത്ത് എന്താ ചൊല്ലാറ്? അങ്ങനെ വിളക്കുള്ളതുകൊണ്ട് കത്തിച്ചു, അത്രയുള്ളൂ. പിന്നെയോ ഇതെവിടെയാ വെക്കുക? അങ്ങനെ പ്രത്യേകിച്ച് സ്ഥലമൊന്നുമില്ല. അത് അങ്ങനെ മുറ്റത്താണ് കൊണ്ടുവച്ചു. എന്തിനാ വിളക്ക് കത്തിക്കുന്നത്? അതിനും പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. പണ്ട് കാലത്തുള്ളവർ ചെയ്ത് കേട്ടത് നമ്മൾ ചെയ്തു. അല്ലാതെ അതിനെന്ത് കാരണം, എന്താ അതിൻ്റെ സത്യം ഒന്നും അറിയില്ല. ഇപ്പൊ രാവിലെ വിളക്ക് കത്തിക്കുന്ന സമയത്തും വൈകുന്നേരം വിളക്ക് കത്തിക്കുന്ന സമയത്തും നമ്മളൊരു മന്ത്രം ചൊല്ലാണ്. ജ്യോതി ശുക്ലശ്ച തേജശ്ച ദേവാനാം സതതം പ്രിയാഃ പ്രഭാകരോ മഹാതേജോ ദീപോയം പ്രതിഗൃഹ്യത. നമ്മളോട് പറയാണ്, ജ്യോതി ശുക്ലശ്ച തേജശ്ച ദേവാനാം സതതം പ്രിയാഃ. ഇവിടെ ദേവന്മാർക്ക് പോലും പ്രിയങ്കരനായിട്ടുള്ള, ദേവന്മാർക്ക് പോലും പ്രിയങ്കരനായിട്ടുള്ള പ്രകാശസ്വരൂപിയായ മഹാതേജസ്വിയായ സൂര്യദേവ, ഞാൻ തെളിയിക്കുന്ന ഈ ദീപത്തെ അങ്ങ് സ്വീകരിച്ചാലും എന്ന് പറഞ്ഞിട്ടാണ് സാധാരണഗതിയിൽ നമ്മളെല്ലാവരും വിളക്ക് കത്തിക്കുന്നത്. ശുഭം ഭവതു കല്യാണം ആരോഗ്യം സുഖസമ്പദം
മമ ദുഃഖവിനാശായ സന്ധ്യാദീപം നമോസ്തുതേ. ഇനി ഇതൊന്നും ചൊല്ലാൻ പറ്റുന്നില്ലെങ്കിലും ദീപം എന്ന് പറയാം അല്ലേ? ഈ രണ്ട് മന്ത്രവും ചൊല്ലാൻ പറ്റുന്നില്ലെങ്കിലും എന്താ പറയാ, ദീപം എന്ന് പറയാം. എന്നിട്ട് ആ വിളക്കിൻ്റെ മുന്നിലിരുന്നിട്ട് കുറച്ച് സമയം നാമം ജപിക്കുകയും രാമാന്നോ കൃഷ്ണാന്നോ നമഃശിവായെന്നോ എന്താണോ നിങ്ങൾക്ക് തോന്നുന്നത് അത് ജപിക്കാൻ തയ്യാറെടുക്കുക. ത്വക്ക് രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന പ്രസ്കുണ്ണൻ എന്നുള്ള ഋഷി, ഋഗ്വേദത്തിൽ പ്രസ്കുണ്ണൻ എന്നുള്ള ഋഷിയെ കുറിച്ച് പരാമർശമുണ്ട്. അദ്ദേഹത്തിന് ത്വക്ക് രോഗം വന്നു. എന്താ ഈ ത്വക്ക് രോഗം? ത്വക്ക് രോഗം കണ്ടിട്ടില്ലേ? അതിന് സോറിയാസിസ് എന്നാണ് പറയുന്നത്. സോറിയാസിസ് എന്ന് പറഞ്ഞാൽ ഗജചർമ്മം എന്നർത്ഥം. ഗജചർമ്മം എന്ന് പറഞ്ഞാൽ എന്താ ഗജചർമ്മം എന്ന് പറഞ്ഞാൽ? എന്നിട്ട് 2-3 പ്രാവശ്യം വെട്ടി വെച്ചു, ഇനി കൊണ്ടില്ല. എന്നാ കൊള്ളാതിരിക്കാൻ കാരണം ഈ സിറിഞ്ച് അതിന് മുകളിൽ കയറണ്ടേ? കയറണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ തൊലി വലിയ കട്ടിയുള്ള തൊലിയാണ്. അതുകൊണ്ടാണ് ഗജചർമ്മം എന്ന് പേരിട്ടിരിക്കുന്നത്. സോറിയാസിസ് എന്ന് പറഞ്ഞാൽ ഗജചർമ്മം എന്നാണ് അർത്ഥം. അപ്പം നമ്മുടെ തൊലി നല്ല തൊലിയാണ്, ഇട്ട് നടക്കേണ്ടി വരും. കുറേ കഴിയുമ്പോൾ ചൊറിച്ചൽ വരും. ഇപ്പം ചൊറിയുന്ന സമയത്ത് ചൊറിയാതിരിക്കാൻ എന്താ മരുന്ന്? അത് കേട്ടിട്ടില്ല. നമുക്ക് ചൊറിച്ചൽ വന്നു, ചൊറിഞ്ഞുകൊണ്ടിരിക്കുക. അത് ചൊറിയാതിരിക്കണം എന്നുണ്ടെങ്കിൽ എന്താ വേണ്ടത്? എന്താ വേണ്ടത്? ചൊറിയാതിരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ നഖം അതിൽ തട്ടാതിരിക്കണം. മനസ്സിലായില്ലേ? നഖം എന്ന് പറഞ്ഞാൽ നമ്മുടെ നഖം വിഷമാണ്. ആ വിഷമായ നഖം വീണ്ടും അതിൻ്റെ മുകളിൽ പോയി കഴിഞ്ഞാൽ അത് വീണ്ടും കൂടുതൽ പ്രശ്നത്തിലേക്ക് പോവുകയാണ്. അതുകൊണ്ടാണ് ഡോക്ടർമാർ പറയുക, മനുഷ്യൻ്റെ നഖത്തെ പോലെ വിഷമുള്ളൊരു സാധനം ലോകത്തില്ല. ഒരു കഷ്ണം വയറ്റിൽ പോയാൽ എന്താകും അവസ്ഥ എന്നറിയോ? നഖത്തിൻ്റെ ഒരു കഷ്ണം വയറ്റിൻ്റെ ഉള്ളിൽ പോയാൽ പിന്നെ നിങ്ങൾക്കതിനെ തിരിച്ചെടുക്കാൻ വേണ്ടി പറ്റില്ല. ഓപ്പറേഷൻ ചെയ്താൽ പോലും അത് കിട്ടില്ല. അതെല്ലാ ഭാഗങ്ങളെയും മുറിച്ച് 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 പോകും. അത്രമാത്രം മൂർച്ചയുള്ള സാധനമാണ്, വിഷമാണ്. നമ്മളൊക്കെ വെളിച്ചെണ്ണ ഉപയോഗിക്കാറില്ലേ? വെളിച്ചെണ്ണ, ആ വെളിച്ചെണ്ണ വാങ്ങിക്കൊണ്ടുവന്നതിന് ശേഷം ആട്ടിച്ച് കൊണ്ടുവന്ന വെളിച്ചെണ്ണ നമ്മളൊന്ന് കൈ കുത്തി നോക്കൂ, ഈ വിരള കുത്തിയിട്ട് എടുത്തു നോക്കൂ. എത്ര സമയം നിങ്ങൾക്ക് ആ വെളിച്ചെണ്ണ ഉപയോഗിക്കാൻ വേണ്ടി പറ്റും? വിരള് നഖം അതിനകത്ത് തൊട്ടാ വെളിച്ചെണ്ണ കേടായി. അതാരെങ്കിലും നോക്കിയിട്ടുണ്ടോ? പിന്നെ ആ വെളിച്ചെണ്ണ അല്ലാതായി എന്നാണ്. അതുകൊണ്ടാണ് നഖം തൊട്ടുകൊണ്ട് ഒരു കാരണവശാലും വെളിച്ചെണ്ണ എടുക്കരുത്, ഉള്ളം കയ്യിൽ എടുക്കാൻ വേണ്ടി പാടുള്ളൂ എന്ന് പണ്ട് കാലത്തുള്ളവർ നമ്മളോട് പറഞ്ഞിരിക്കുന്നു. കേൾക്കെ ആരോട് പറയാൻ? ഇതാരും കേട്ടുവാ? കേട്ടിരുന്നോ? എന്ത് കേട്ടു? അപ്പൊ ഈ ത്വക്ക് രോഗം മാറണം എന്നുണ്ടെങ്കിൽ ഒരാളെ നമ്മളൊന്ന് സ്മരിക്കേണ്ടതുണ്ട്. അത് സൂര്യനാണ്. സൂര്യനാണ് ത്വക്കിൻ്റെ ആൾ. അയാളെ ഒന്ന് സ്മരിക്കേണ്ടതുണ്ട്. ഈ സൂര്യോപാസന എന്ന് പറഞ്ഞാൽ എത്രയോ കാലങ്ങളായി നമ്മളൊക്കെ സൂര്യനെ ഉപാസിച്ചുകൊണ്ടിരിക്കുക.
3 പവർ നമ്മുടെ ശരീരത്തിനുള്ളിലേക്ക് വരണം. ആദ്യത്തേത് സോളാർ പ്രാണ എന്ന് പറഞ്ഞാൽ സൂര്യപ്രകാശത്തിനുള്ള ഊർജം. ഇത് സൂര്യപ്രകാശത്തിന് നേരിട്ടുള്ള എനർജിയാണ്. അത് കിട്ടണമെന്നുണ്ടെങ്കിൽ സൂര്യൻ ഉദിക്കുന്ന സമയത്തൊന്ന് എഴുന്നേറ്റ് നടക്കണം. നമ്മൾ ചെയ്യുന്നത് മുഹൂർത്തം ഇല്ലാതിരിക്കുന്ന സമയത്ത് മുഹൂർത്തം ഉണ്ടാക്കലാണ്. അങ്ങനെ ഉണ്ടാക്കിയ മുഹൂർത്തത്തിന് വിവാഹം കഴിച്ചതാണ് സകല പ്രശ്നങ്ങൾക്കും കാരണമായിരുന്നു. അതുകൊണ്ട് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ആ കലണ്ടർ ഒന്ന് പഠിക്കണം. ടി.കെ. കൃഷ്ണൻ്റെ കലണ്ടർ നോക്കണം. ഊർജം തരുന്ന, വെളിച്ചം കൊടുക്കുന്ന സവിതാവ്. ആരാ സവിതാവ്? സൂര്യനാണ്. ആ സവിതാവ് ഗായത്രി മന്ത്രം ജപിക്കാറില്ലേ? ഇവിടെ സൂര്യഗായത്രി എന്നുള്ള ഗായത്രിയുണ്ട്, ശക്തി ഗായത്രിയുണ്ട്. എല്ലാ ദേവന്മാർക്കും ഓരോ തരത്തിലുള്ള ഗായത്രിയുണ്ട്. ആ ഗായത്രി ശരീരത്തെ ശക്തമാക്കാൻ പ്രചോദിപ്പിക്കുന്ന ഒരു മന്ത്രമാണ്. ശരീരത്തെ ഏകാഗ്രമാക്കി നിർത്താൻ പ്രചോദിപ്പിക്കുന്ന മന്ത്രമാണ്. അതാണ് ഗായത്രി എന്ന് പറഞ്ഞിരിക്കുന്നത്. 10 യോഗാസനങ്ങൾ ചേർന്നതാണ് സൂര്യ നമസ്കാരം. ഒരു സൂര്യ നമസ്കാരം ചെയ്യുമ്പോൾ ശരീരത്തിലെ 108ഓളം ജോയിൻസിന് ആയാസം ലഭിക്കുന്നു. ചെയ്തു നോക്കിയാലേ മനസ്സിലാവുള്ളൂ, അല്ലാത്തവർക്ക് മനസ്സിലാവില്ല. വിറ്റാമിൻ ഡി സൂര്യനിൽ നിന്നാണ് നമുക്ക് ലഭിക്കേണ്ടത്. വിറ്റാമിൻ ഡി ലഭിക്കേണ്ടത് സൂര്യനിൽ നിന്നാണ്. അന്നാദ് ഭവന്തി ഭൂതാനി പർജന്യാദന്ന സംഭവ യജ്ഞാത് ഭവതി പർജന്യോ യജ്ഞകർമ്മ സമുദ്ഭവ. അന്തരീക്ഷത്തിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് സ്വീകരിക്കുക, CO2 സ്വീകരിക്കുക. പ്രകാശ സംശ്ലേഷണം, അങ്ങനെയല്ലേ? യജ്ഞം എന്നൊരു സംഭവമുണ്ട്. യജ്ഞം. ആ യജ്ഞത്തിൽ കൂടിയാണ് വരുണൻ സന്തോഷിക്കുക. യജ്ഞം നടത്തിയാൽ മാത്രമേ മഴ പെയ്യുള്ളൂ. യജ്ഞം നടത്തിയാലാണ് മഴയുണ്ടാവുക. സർവചരാചരങ്ങളെയും നിത്യവും ചൈതന്യവൽക്കരിക്കുന്ന സൂര്യൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ആദിദേവനാണ്. സൂര്യൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ആദിദേവനാണ്. ഭവിഷ്യപുരാണത്തിൽ ശ്രീകൃഷ്ണ ഭഗവാൻ തൻ്റെ മകനായ സാമ്പനോട് പറയുന്നുണ്ട്, സൂര്യൻ പ്രത്യക്ഷദേവനാണ്. എന്നിട്ട് പറയാണ്, ഞാൻ ഏറ്റവും ആദ്യം ഈ ജ്ഞാനയോഗത്തെ പറഞ്ഞു കൊടുത്തിരിക്കുന്നത് സൂര്യനാണ്. ഇമം വിവസ്വതേ യോഗം പ്രോക്തവാനഹമവ്യം വിവസ്വാൻ മനവേ പ്രാഹ മനുരിക്ഷ്വാകവൈ ബ്രവീ. അർജുന, ഞാൻ ഈ യോഗത്തെ ഏറ്റവും ആദ്യം പറഞ്ഞു കൊടുത്തിരിക്കുന്നത് വിവസ്വാനാണ്. വിവസ്വാൻ എന്ന് പറഞ്ഞാൽ സൂര്യൻ. വിവസ്വാനിൽ നിന്നാണ് അത് മനുവിന് ലഭിച്ചിരിക്കുന്നത്. മനുവിൽ നിന്നാണ് ഇക്ഷ്വാകുവിന് ലഭിച്ചിരിക്കുന്നത്. ഇങ്ങനെയാണ് ബ്രഹ്മവിദ്യാ സമ്പ്രദായം വന്നിരിക്കുന്നത്. അപ്പം സൂര്യൻ എന്ന് പറഞ്ഞാൽ സാധാരണ ഒരാളല്ല എന്ന് നമുക്ക് ഓർമ്മിക്കാൻ വേണ്ടി സാധിക്കണം. ആദിത്യൻ എന്നാണ് പേര്. ആദിത്യൻ എന്ന് പറഞ്ഞാൽ ആദിമനായ ദൈവം, ഏറ്റവും ആദ്യം ഉണ്ടായ ആളാണ് സൂര്യൻ. ഇപ്പം സൂര്യൻ്റെ ഉദയത്തെയും അസ്തമനത്തെയും അടിസ്ഥാനപ്പെടുത്തിയാണ് വളരെ കാലം മുൻപ് ജനങ്ങൾ അവരുടെ ദിനചര്യകൾ ചിട്ടപ്പെടുത്തിയിരിക്കുന്നു. സൂര്യൻ്റെ ഉദയം, അസ്തമനം എന്നിവ അടിസ്ഥാനപ്പെടുത്തിയാണ്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം ചോദിച്ചത് കലണ്ടർ നോക്കാറുണ്ടോ എന്ന്. മനസ്സിലായില്ലേ? ആ കലണ്ടറിലുള്ള കാര്യങ്ങൾ ആദ്യം ഒരു പുസ്തകത്തിൽ എഴുതി വെക്കണം. ഇന്നിപ്പം ബുധനാഴ്ചയാണെങ്കിൽ ബുധനാഴ്ച കലണ്ടർ നോക്കി, എന്നിട്ട് രാവിലെ ഉദയ സമയം എപ്പോഴാണ്,
അസ്തമനം എപ്പോഴാണ്, രാഹുകാലം എപ്പോഴാണ്. എന്നാൽ നിങ്ങൾക്കൊരു ജ്യോതിഷം എടുക്കാൻ പോകേണ്ട ആവശ്യമില്ല. ഇത് നോക്കിക്കഴിഞ്ഞാൽ ലോകത്തിന് മുഴുവൻ പ്രകാശം കൊടുക്കുന്ന ദേവൻ കശ്യപന് അതിഥി എന്ന ഭാര്യയിലാണ് ജനിക്കുന്നത്. മാത്രമല്ല, കശ്യപന് ദക്ഷപുത്രിയായ അതിഥിയിൽ 12 പുത്രന്മാരുണ്ടായി. ആ 12 പുത്രന്മാരെ വിളിച്ചിരിക്കുന്നത് ദ്വാദശ ആദിത്യന്മാർ എന്നുള്ള പേരിലാണ്. 12 കാളിയമർദ്ദനം നടന്ന സമയത്ത് കുറേ ദിവസം ശ്രീകൃഷ്ണ പരമാത്മാവ് കാളിയനുമായി യുദ്ധം ചെയ്തു. കാളിന്തിയിൽ വെച്ച് കാളിയനുമായി യുദ്ധം ചെയ്തു. അങ്ങനെ കാളിയനെ രമണകം എന്ന ദ്വീപിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. പോയിക്കോന്ന് പറഞ്ഞു രമണകത്തിലേക്ക്. അപ്പൊ ശ്രീകൃഷ്ണ പരമാത്മാവ് കുറേ ദിവസം ജലത്തിലായതുകൊണ്ട് ശരീരമാസകലം തണുത്തു. തണുത്ത സമയത്ത് ഗോവർദ്ധനത്തിന് മുകളിൽ നിന്ന് സൂര്യനോട് പറഞ്ഞു, എനിക്ക് കുറച്ച് ചൂട് വേണം. കുറച്ച് ചൂട് വേണമെന്ന് പറഞ്ഞപ്പോൾ 12 ആദിത്യന്മാർ ഒന്നിച്ച് ഉദിച്ചുയർന്നു എന്നാണ്. എന്നിട്ട് നല്ലവണ്ണം ചൂട് കൊടുത്തു. ഭഗവാന്റെ ശരീരം വിയർത്തു എന്നാണ്. അതാണ് ദ്വാദശ ആദിത്യന്മാരുടെ പ്രത്യേകത. ഭഗവാനിൽ നിന്ന് തന്നെയാണ് ഈ ആദിത്യൻ ഉണ്ടായത്. ആദിത്യൻ എന്ന് പറഞ്ഞാൽ ഭഗവാൻ തന്നെയാണ്. വേദമയമായ വൈഷ്ണവീ ശക്തി സ്ഥിതി ചെയ്യുന്നത് ഭഗവാനിലാണ്. അതുകൊണ്ടാണ് മഹാവിഷ്ണുവിനെ സൂര്യനാരായണൻ എന്ന് വിളിച്ചിരിക്കുന്നത്. മഹാവിഷ്ണു ദേവന് മറ്റൊരു പേരുണ്ട്. എന്താ പേര്? സൂര്യ നാരായണൻ എന്നാണ്.